ജയിൽ ജോലിക്കിടെ ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച ജീവപര്യന്ത പ്രതി ഓടിക്കയറിയത് വനിതാ പോലീസുകാരിയുടെ മുറിയിൽ. ആ മുറിയുടെ കതകിന് പിന്നിൽ ഒളിച്ചു നിന്ന ആ പ്രതി കുറച്ചു നിമിഷം കഴിഞ്ഞപ്പോൾ അവിടെ കണ്ട കാഴ്ചയിൽ പകച്ചു പോവുകയാണ്. എന്താണ് അയാൾ അവിടെ കണ്ട ആ കാഴ്ച? വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ ഒരു സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. കോയമ്പത്തൂരിലെ തുടിയല്ലൂർ ഗ്രാമത്തിലാണ് ഗായത്രി മാല എന്ന 35കാരി താമസിച്ചിരുന്നത്. സേലത്തെ അസ്തപ്പെട്ടിയിലെ പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസുകാരിയാണ് ഗായത്രി മാല. ഗായത്രി മാലയെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരാളെ കൊണ്ട് വീട്ടുകാര് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. കുടുംബത്തിലെ അകന്ന ബന്ധത്തിൽ നിന്നുമുള്ള ഒരു പയ്യനെ കൊണ്ട് ഗായത്രി മാലയെ വിവാഹം കഴിപ്പിക്കാൻ പാരൻസ് തീരുമാനിക്കുന്നു. എന്നാൽ താനൊരു പോലീസുകാരി ആയതുകൊണ്ട് തന്നെ തനിക്ക് വരുന്ന വരനും ഒരു ഗവൺമെൻറ് ജോലിയുള്ള ആളായിരിക്കണമെന്ന് ഗായത്രിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷെ വീട്ടുകാർ കണ്ടുപിടിച്ച ആൾക്ക് ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി. ഇത് ഗായത്രിയിൽ വളരെ സങ്കടവും ദേഷ്യവുമൊക്കെ ഉണ്ടാക്കി. എന്നാലും വീട്ടുകാരുടെ നിർബന്ധത്തിന് അവൾക്ക് നിന്നു കൊടുക്കേണ്ടി വന്നു. അങ്ങനെ 2002 ഗായത്രിയുടെ വിവാഹം കഴിഞ്ഞു. പക്ഷേ അവൾ എന്നും ഈ ഒരു ദേഷ്യം ഉള്ളൊതുക്കിക്കൊണ്ട് ഭർത്താവുമായിട്ട് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വഴക്കിട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ അധിക നാള് ഗായത്രി ഈ ബന്ധം തുടർന്നില്ല. വിവാഹം കഴിഞ്ഞ് ഏകദേശം 6 മാസം കഴിഞ്ഞതും ഡിവോഴ്സിന് കോടതിയെ സമീപിക്കുകയാണ് ഗായത്രി മാല. വീട്ടുകാര് ഇതിനെ എതിർത്തെങ്കിലും ഗായത്രി ആരുടെയും വാക്ക് കേൾക്കാൻ തയ്യാറായില്ല. ഒരു രീതിയിലും എനിക്ക് ഈ ആളിൻ്റെ കൂടെ മുന്നോട്ട് പോവാൻ പറ്റില്ല എന്ന് അവൾ കോടതിയോടും വീട്ടുകാരോടും പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഗായത്രി മാലയ്ക്ക് കോടതി ഡിവോഴ്സ് അനുവദിക്കുകയാണ്. അതിനുശേഷം ഗായത്രി എല്ലാം മറന്ന് തൻ്റെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിച്ചു പോന്നു. ഇതിനിടയ്ക്കാണ് 3 മാസത്തെ ട്രെയിനിങ്ങിന് ഗായത്രിക്ക് പോകേണ്ടി വരുന്നത്. ട്രെയിനിങ് നടക്കുന്നത് വേലൂരിൽ വച്ചാണ്. മധുരയിലെ ഒരു സബ് ജയിലറായ തമിഴ് സെൽവനാണ് അവിടുത്തെ ഈ ട്രെയിനർ. ട്രെയിനിങ്ങിനിടയിൽ ഗായത്രിയും തമിഴ് സെൽവനുമായിട്ട് നല്ലോണം പരിചയത്തിലായി. അത് പിന്നെ പ്രണയമായി മാറുകയാണ്. ഈ തമിഴ് സെൽവനും നേരത്തെ ഒരു വിവാഹമൊക്കെ കഴിഞ്ഞ് ബന്ധം പിരിഞ്ഞ ആളാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും യാതൊരു തടസ്സവും ഇല്ല. ഇവർ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. ഇത് വീട്ടുകാരോടും അറിയിക്കുന്നു. എന്നാൽ അതിനു മുന്നേ തന്നെ ഇവർ സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുകയാണ്. എന്തായാലും വിവാഹം കഴിക്കുമല്ലോ, പിന്നെ ഇതിലൊന്നും തെറ്റില്ല എന്നാണ് ഇവർ രണ്ടുപേരും ചിന്തിച്ചത്. അധികം താമസിയാതെ ഗായത്രി ഗർഭിണിയാണെന്ന സത്യം അവൾ മനസ്സിലാക്കുകയാണ്. ഇതറിഞ്ഞ തമിഴ് സെൽവൻ പറഞ്ഞു, ഇനി നമ്മൾ ഇത് വച്ച് താമസിപ്പിക്കുന്നത് ശരിയല്ല, ഉടനെ തന്നെ വിവാഹം കഴിക്കണമെന്ന്. അങ്ങനെ വീട്ടുകാർ ചേർന്നിട്ട് ഇവരുടെ വിവാഹവും നടത്തുന്നു. അങ്ങനെ ഇരുവരുടെയും ദാമ്പത്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകവെയാണ് ഇവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നത്. രണ്ടുപേരും ആ കുഞ്ഞിനെ ലാളിച്ച് ഓമനിച്ച് വളർത്തുകയാണ്. രണ്ടുപേർക്കും പോലീസ് ജോലി ആയതുകൊണ്ട് തന്നെ ട്രാൻസ്ഫേഴ്സ് ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടേയിരുന്നു. ഇത് കുഞ്ഞിൻ്റെ കാര്യങ്ങളും ജോലിയും എല്ലാം ആകെ അവതാളത്തിലാക്കി. രണ്ടുപേരും 2 സ്ഥലത്ത് ജോലി ചെയ്യേണ്ട അവസ്ഥ. ഒടുവിൽ കോയമ്പത്തൂരിലെ തൻ്റെ അച്ഛനമ്മമാരുടെ അടുത്ത് കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് ഗായത്രി ജോലി സ്ഥലത്തേക്ക് പോയി. മാസങ്ങൾ അങ്ങനെ കടന്നു പോകാൻ തുടങ്ങി. അപ്പോഴാണ് ഗായത്രിക്ക് സേലം ജയിലറായിട്ട് പ്രൊമോഷൻ കിട്ടുന്നത്. അവിടുത്തെ ഒരു ക്വാർട്ടേഴ്സിൽ താമസവും ശരിയായി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം തമിഴ് സെൽവനും സേലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടി വരികയാണ്. ഇവർ രണ്ടുപേരും പിന്നീട് ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങിയെങ്കിലും ഇവർ കുഞ്ഞിനെ പേരൻസിൻ്റെ അടുത്ത് നിന്നും കൊണ്ടുവന്നില്ല. പേരൻസിൻ്റെ അടുത്ത് തന്നെ കുഞ്ഞിനെ ആക്കിയിരുന്നു. ആഴ്ചതോറും കുഞ്ഞിനെ കാണാൻ ഗായത്രി കോയമ്പത്തൂരിലേക്ക് പോയി വന്നിരുന്നു. അങ്ങനെ 2009 ഒക്ടോബർ 31 കുഞ്ഞിനെ കാണാൻ കോയമ്പത്തൂരിൽ പോകുന്നതിനായി സേലം ബസ് സ്റ്റാൻഡിൽ ഗായത്രി എത്തുകയാണ്. അവിടെ എത്തിയ ശേഷം തമിഴ് സെൽവനെ വിളിച്ചിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ എത്തി എന്നുള്ള കാര്യവും അറിയിക്കുന്നു. വീട്ടുകാരെയും വിളിച്ച് അറിയിക്കുകയാണ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന്. ഇതാണ് ഗായത്രി വിളിച്ച അവസാന കോൾ. സാധാരണ കോയമ്പത്തൂരിൽ ബസ് ഇറങ്ങിയാൽ അച്ഛനെ വിളിച്ച് പറയുമ്പോൾ അച്ഛനാണ് ഗായത്രിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നത്. എന്നാൽ സമയം കഴിഞ്ഞിട്ടും എത്താത്തതിനാൽ ഗായത്രിയുടെ പാരൻസ് തമിഴ് സെൽവനെ വിളിച്ച് കാര്യം പറയുകയാണ്. ഗായത്രിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് കൂടി പറയുന്നതോടെ തമിഴ് സെൽവനും ആകെ ഭയപ്പെട്ടു. അയാൾ സേലം ബസ് സ്റ്റാൻഡിൽ എത്തുകയാണ്. ബസ് സ്റ്റാൻഡിലെ CCTVയിൽ ഗായത്രി ബസ്സിൽ കയറുന്നത് കണ്ടിരുന്നു. ഡ്രൈവറോട് ചോദിച്ചപ്പോൾ ബസ് ഒരിടത്തും ബ്രേക്ക് ഡൗൺ ഒന്നും ആകാതെ കറക്റ്റ് സമയത്ത് കോയമ്പത്തൂരിൽ എത്തിയെന്ന്
ഡ്രൈവർ പറയുകയും ചെയ്തു. ഇതോടെ തമിഴ് സെൽവൻ സേലം പല്ലപ്പെട്ടി സ്റ്റേഷനിൽ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുത്തു. കാണാതായത് ഒരു പോലീസുകാരി ആയതുകൊണ്ട് തന്നെ പോലീസ് പെട്ടെന്ന് അന്വേഷണം ആരംഭിച്ചു. ഒരു വിവരവും പോലീസിന് ഗായത്രിയെപ്പറ്റി ലഭിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സംഘഗിരിയിൽ നിന്നും ഒരു ഫോൺ കോള് പോലീസിന് കിട്ടുന്നത്. ആടുമാടിനെ മേക്കാൻ പോയ ഒരു പയ്യൻ അവിടെ റെയിൽവേ ട്രാക്കിനടുത്ത് ഒരു ബോഡി കണ്ടു എന്ന്. പോലീസ് ഉടനെ തന്നെ ഗായത്രിയുടെ ഭർത്താവിനെയും പാരൻസിനെയും ഒക്കെ വിളിച്ച് വിവരം അറിയിച്ച ശേഷം അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയ പോലീസ് കാണുന്നത് ആളെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഒരു സ്ത്രീയുടെ ബോഡിയാണ്. അവിടെ എത്തിയ ഗായത്രിയുടെ പാരൻസ് മകളുടെ ശരീരമാണെന്ന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. തമിഴ് സെൽവനും ഭാര്യയാണെന്ന് തിരിച്ചറിഞ്ഞു. ബോഡി ഓട്ടോപ്സിക്ക് വിട്ട ശേഷം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ബസ് കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷിച്ച പോലീസിന് വളരെ ഞെട്ടിക്കുന്നൊരു വിവരമാണ് കിട്ടുന്നത്. ആ ബസ്സിൽ സേലം സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 32 വയസ്സുകാരൻ ശരവണകുമാറും ഉണ്ടായിരുന്നു എന്നത്. ശരവണകുമാറിനെ പറ്റിയും ഗായത്രിയെ പറ്റിയുമുള്ള വിശദമായ അന്വേഷണത്തിലാണ് സത്യങ്ങൾ ഓരോന്നായി പോലീസിന് മുന്നിൽ തെളിഞ്ഞു വന്നത്. അതെന്തെന്ന് പറയാം. 2002 32കാരനായ ശരവണകുമാറിനെ കൊലക്കേസിൽ പിടിച്ച് പോലീസ് കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കുന്നത്. ആ സമയത്ത് ഗായത്രി മാലയും കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ ജോലി നോക്കിയിരുന്നു. ആദ്യ വിവാഹമൊക്കെ കഴിഞ്ഞ സമയമായിരുന്നു അത്. ഭർത്താവിനോടുള്ള വെറുപ്പുമായി കഴിഞ്ഞിരുന്ന ഗായത്രി കൊലക്കേസ് പ്രതിയായ ശരവണകുമാറുമായി അടുപ്പത്തിലായി. ആ സമയത്താണ് ഗായത്രി ആദ്യ വിവാഹ ബന്ധം വേർപെടുത്തിയതും. അതിനുശേഷമാണ് ശരവണനുമായിട്ടുള്ള ബന്ധം തുടരവെ വേലൂരിൽ ട്രെയിനിങ്ങിന് പോകുന്നത്. അവിടെ വച്ച് തമിഴ് സെൽവനുമായിട്ടും ഗായത്രി അടുപ്പത്തിലായി. എന്നാൽ അതും ആത്മാർത്ഥ സ്നേഹമൊന്നും ആയിരുന്നില്ല. പക്ഷേ കഷ്ടകാലത്തിന് തമിഴ് സെൽവനിൽ നിന്നും ഗായത്രി ഗർഭിണിയാവുന്നു. ഒരു നിവൃത്തിയും ഇല്ലാതായതോടെയാണ് അയാളെ വിവാഹം കഴിച്ചത്. എന്നിട്ടും തടവ് പ്രതിയുമായിട്ടുള്ള ബന്ധം വിടാതെ കൊണ്ടുപോയിരുന്നു. ഇതിനിടയ്ക്കാണ് ശരവണൻ പരോളിനിറങ്ങുന്നത്. അയാൾ സേലത്തിലെ ഒരു ഓമല്ലൂർ എന്ന ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. ഇത് ഗായത്രിക്ക് കൂടുതൽ അയാളെ കാണാനും ഒന്നിക്കാനും ഒക്കെ സൗകര്യമായി. എന്നാൽ ആ ഇടയ്ക്ക് പരോള് കഴിഞ്ഞിട്ടും ശരവണൻ ജയിലിൽ തിരിച്ചെത്തിയില്ല എന്നും പോലീസ് കണ്ടെത്തുകയാണ്. അതോടെ ശരവണനെ കയ്യോടെ പൊക്കിയ പോലീസ് അയാളെ നല്ല രീതിയിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്നും ശരവണൻ പറഞ്ഞ നടന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. എൻ്റെ പേര് ശരവണകുമാർ എന്നാണ്. ഞാൻ സേലത്തെ ഓമല്ലൂരിലാണ് താമസിച്ചിരുന്നത്. താമയ്ക്കലിലെ ഒരു കൗണ്ടറെ കൊന്ന കേസിലാണ് ഞാൻ കോയമ്പത്തൂരിലെ ജയിലിലായത്. അവിടെ നല്ല നടപ്പിന് പരിഗണിച്ച് എനിക്ക് വനിതാ ജയിലിൽ ഭക്ഷണം കൊണ്ടുപോകുന്ന ഡ്യൂട്ടി തന്നിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗായത്രി മാല എന്ന പോലീസുകാരിയെ ഞാൻ കണ്ടതും അവരുമായി അടുപ്പത്തിലായതും. എനിക്ക് ഗായത്രി മാഡത്തിൻ്റെ സപ്പോർട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പരോള് കിട്ടിയിരുന്നു. ആദ്യം പോലീസ് കാവലോടെയാണ് പരോള് കിട്ടിയത്. പിന്നെ ഒറ്റയ്ക്ക് പരോള് കിട്ടിത്തുടങ്ങി. അപ്പോഴെല്ലാം ഞാൻ ഗായത്രിയുമായിട്ട് പുറത്ത് ഹോട്ടലുകളിലൊക്കെ ഒന്നിക്കുമായിരുന്നു. ഒരു ദിവസം ജയിലിൽ ഭക്ഷണം കൊണ്ടുപോയ ഞാൻ അവിടെ നിന്നും രക്ഷപ്പെടാനായിട്ട് ഒരു ശ്രമം നടത്തി. പക്ഷേ മറ്റൊരു പോലീസുകാരിയെ കണ്ടപ്പോൾ ഓടി ഞാൻ കയറി ചെന്നത് ഗായത്രി മാഡത്തിൻ്റെ മുറിയിലായിരുന്നു. അവിടെ കയറിയ ഞാൻ മാഡത്തിൻ്റെ കതകിന് പിന്നിൽ ഒളിച്ചു നിന്നപ്പോൾ മാഡം ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് കണ്ടു. എന്നാൽ മാഡം എന്നെ കയ്യോടെ പിടികൂടുകയും അവിടെ നിന്നും ആരും കാണാതെ എന്നോട് പോകാൻ പറയുകയും ചെയ്തു. എനിക്ക് ഭാര്യയും ഒരു മകളും ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഭാര്യ രണ്ടാമത് ഗർഭിണിയുമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കാശിന് ആവശ്യം വന്നു. 5000 രൂപ ഞാൻ ഗായത്രി മാഡത്തിനോട് കടം വാങ്ങി. എന്നാൽ പിറ്റേ ദിവസവും ഗായത്രി മാഡം ഫോൺ വിളിച്ച് സംഘഗിരിയിലേക്ക് പതിവ് പോലെ കൂടാറുള്ള ഹോട്ടലിൽ വരാൻ വിളിച്ചു. എന്നാൽ എൻ്റെ ഭാര്യ 8 മാസം ഗർഭിണി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വരാൻ പറ്റില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അതിലവർക്ക് എന്നോട് കടുത്ത ദേഷ്യം തോന്നി. നീ മുൻപ് ജയിലിൽ ചാടാൻ ശ്രമിച്ചത് പറഞ്ഞ് എനിക്ക് നിന്നെ വീണ്ടും ജയിലിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ വരുന്നതാണ് നിനക്ക് നല്ലതെന്ന് അവരെന്നെ ഭീഷണിപ്പെടുത്തി. അവളെ അനുസരിച്ച് ഇവരുടെ ഭീഷണിയിൽ ജീവിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ അവളെ കൊല്ലണമെന്ന് എനിക്ക് തോന്നി. അതിനായി ഞാൻ സംഘഗിരിയിലെത്തി. അവിടെ നിന്നും 3 കിലോമീറ്റർ അപ്പുറമുള്ള റെയിൽവേ ട്രാക്കിനടുത്തുള്ള സ്ഥിരം ഹോട്ടലിൽ പോകുന്ന വഴി അവളുടെ തലയിൽ കല്ലെടുത്തടിച്ച് അവളെ ഞാൻ കൊന്ന് റെയിൽവേ ട്രാക്കിലിട്ടു. ഇതാണ് നടന്നതെന്ന് പറഞ്ഞ് അയാൾ പൊട്ടിക്കരയുകയാണ്. ശരവണകുമാർ ആദ്യം തന്നെ ഒരു കേസിൽ പ്രതി ആയതുകൊണ്ട് ഈ കേസിൽ അയാൾക്ക് തൂക്കുകയറാണ് കോടതി വിധിച്ചത്. ഗായത്രി മാലയുടെ കുത്തഴിഞ്ഞ ജീവിതത്തെ പറ്റിയുള്ളതെല്ലാം പോലീസ് കണ്ടെത്തിയത് പോലീസുകാർക്കിടയിൽ തന്നെ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്.
ഇതിൽ ഗായത്രിയെയും ശരവണനെയും പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.